ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവജനത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വചനം ആഴത്തിൽ പതിയാനും വചനമനുസരിച്ച് ഒരു ജീവിതം മുൻപോട്ട് നയിക്കാനും എനിക്ക് ഇടവരുത്തണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, വചനം കേൾക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ 100% 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കാനും അവിടുന്ന് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് വചനം തിരുവചനത്തിൽ നമ്മൾ ശ്രവിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുക എന്നതിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം എപ്പോഴും കർത്താവിൽ മാത്രം ആശ്രയം അർപ്പിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു ജീവിതമാണ്. ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, മനുഷ്യൻ ദൈവത്തെക്കാൾ അധികം ആശ്രയിക്കുന്നത് മറ്റു പലതിലുമാണ്. ചിലപ്പോൾ സുഖ സൗകര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സമ്പത്തിലായിരിക്കാം, ചിലപ്പോൾ സ്ഥാനമാനങ്ങളിലായിരിക്കാം, മറ്റു ചിലപ്പോൾ ചില വ്യക്തികളിലായിരിക്കാം അവർ ആശ്രയം അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആശ്രയം വയ്ക്കേണ്ടത് നമ്മുടെ ദൈവത്തിലാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൽ ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് ഒരു ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, ഏതെല്ലാം തകർച്ചകളുണ്ടായാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും അവർ ആശ്രയം വെച്ചിരിക്കുന്നത് കർത്താവിലായതുകൊണ്ട് അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അവർ മുൻപോട്ട് വലിയ വിജയത്തോടെ മുൻപോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് എല്ലാ സംഗതികളും വഴിമുട്ടി നിന്ന് മരണത്തിൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് നിലവിളിച്ച ഒരു സ്ത്രീയെ ദൈവം പരിപാലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 തൊട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവൾ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, കരഞ്ഞുകൊണ്ട് അവൾ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഇതാണ് വചനം. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി, എന്നിട്ട് കർത്താവിൽ മാത്രം ആശ്രയം അർപ്പിച്ചു. എന്താ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സ്ത്രീ എത്താൻ കാര്യം? നമുക്കറിയാം. 1 മുതലുള്ള വാക്യങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രം ഇതാണ്, സംഭവം ഇതാണ്. സൂസന്ന ദൈവഭക്തയായ സ്ത്രീയായിരുന്നു. സൂസന്നയുടെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയും വിശ്വാസവും ദൈവാശ്രയത്വമൊക്കെ അവളെ പരിശീലിപ്പിച്ചിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് പഴയ നിയമ ചരിത്രത്തിലെ മുഴുവൻ കാര്യങ്ങളും അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രായമായപ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു. യവാക്കീം അവളെ കല്യാണം കഴിച്ചു. അവിടെ ഈ ധനാഢ്യനായ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ് അന്ന് ന്യായാധിപന്മാർ വന്നിരുന്ന് ജനത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തിരുന്നത്. അങ്ങനെ ഈ 2 ന്യായാധിപന്മാരുടെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവർ വിഷയാസക്തിയുള്ളവരായിരുന്നു. എന്ന് വെച്ചാൽ സ്ത്രീ വിഷയത്തിൽ വലിയൊരു കുറവ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂസന്നയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന അവൾ അതീവ സുന്ദരിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. സൂസന്ന അതീവ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കണ്ട ന്യായാധിപന്മാരിൽ ആസക്തി ജനിക്കുകയാണ്.
സൂസന്നയുമായി പാപം ചെയ്യാനുള്ള ഒരു ആസക്തി അവരിൽ ജനിച്ചു. അത് രണ്ടുപേരുടെയും ഹൃദയത്തിൽ ജനിച്ചെങ്കിലും രണ്ടുപേരും പരസ്പരം പറഞ്ഞില്ല. ന്യായാധിപന്മാർ പരസ്പരം പറഞ്ഞില്ല. അവരുടെ ആശ, അവരുടെ ആഗ്രഹം, ദുർമോഹം അവരുള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു. ഉദ്യാനത്തിൽ സൂസന്ന തോഴിമാരോടൊപ്പം ഇതാ ആ ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഉദ്യാനത്തിൻ്റെ കവാടം അടച്ചപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഈ ന്യായാധിപന്മാർ, പമ്മിയിരുന്ന ന്യായാധിപന്മാർ, തോഴിമാർ എണ്ണയും മറ്റ് വസ്തുക്കളും എടുക്കാൻ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ, വീട്ടിലേക്ക് പോയപ്പോൾ ഇവർ പാഞ്ഞു വന്ന് ഉദ്യാനത്തിൻ്റെ കവാടം അടച്ചിട്ട് പറഞ്ഞു, സൂസന്ന നീ ഞങ്ങളുടെ കൂടെ ശയിക്കുക. സൂസന്നയ്ക്ക് മനസ്സിലായി ഇത് വലിയൊരു ചതിയായി, ഇതൊരു കെണിയായി. ഇവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് ദൈവത്തിനെതിരെ ചെയ്യുന്ന മാരക പാപമാണ്. അകപ്പെട്ടില്ലെങ്കിൽ ഈ ന്യായാധിപന്മാർ അവരെന്താണ് പറയുന്നത് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സൂസന്ന ഉറക്കം നിലവിളിച്ചു. അപ്പോൾ ന്യായാധിപന്മാർക്ക് മനസ്സിലായി ഇവൾ പാപം ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ന്യായാധിപന്മാർ പോയി ഉദ്യാന കവാടം തുറന്നു. വീട്ടിലുണ്ടായിരുന്നവർ പാഞ്ഞ് ഉദ്യാനത്തിലേക്ക് വന്നപ്പോൾ അവർ രണ്ടും കൂടെ പറഞ്ഞു, സൂസന്നയുടെ കൂടെ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതുകൊണ്ട് അവനെ പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. സൂസന്ന വലിയൊരു തെറ്റ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ന്യായാധിപന്മാർ അവരുടെ ഉള്ളിൽ ഉദിച്ച ദുർമോഹത്തിന് ഒരു ഇസ്രായേൽക്കാരി വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ അവർ ആ സൂസന്നയുടെ പേരിൽ തെറ്റായ ആരോപണം നടത്തി. പിറ്റേ ദിവസം അവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മനസ്സുറപ്പിച്ച് ന്യായാധിപന്മാർ ആ വീട്ടിൽ സമ്മേളിച്ചു. സൂസന്ന വന്ന് ഈ ന്യായാധിപന്മാർ രണ്ടുപേരും കൂടെ സൂസന്നയ്ക്കെതിരെ ഈ ആരോപണം നടത്തുകയാണ്. അവളെ തലയിൽ കൈവച്ചിട്ട് ഈ ആരോപണം നടത്തുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് പറയുന്ന ഒരു സംഗതി, അത് സത്യമാണെന്ന് ജനം ബോധ്യപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ച് അവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സന്ദർഭമായപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു, സകല മാർഗങ്ങളും അടഞ്ഞു, ഇനി ആരുമില്ല സഹായിക്കാൻ. കാരണം തെളിവിന് മറ്റാരുമില്ല. ഈ പറയുന്നവർ ന്യായാധിപന്മാരാണ്. സ്വാഭാവികമായിട്ടും ജനം അവരെ വിശ്വസിക്കും. അങ്ങനെ കർത്താവിൽ മാത്രം തൻ്റെ ജീവിതത്തെ അങ്ങ് അർപ്പിച്ച്, കർത്താവിൽ മാത്രം ആശ്രയം അർപ്പിച്ച് സൂസന്ന നിലവിളിച്ച ഒരു നിലവിളിയാണ് നമ്മൾ 35-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. സൂസന്ന സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഭർത്താവുണ്ട്, കുടുംബക്കാരുണ്ട്, അവളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ഒരുപാട് ആളുകൾ ആ സമൂഹത്തിലുണ്ട്. ആരിലും ആശ്രയിച്ചിട്ട് പ്രയോജനമില്ല എന്ന് സൂസന്നയ്ക്ക് മനസ്സിലായി. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്? മനുഷ്യരായ നമ്മൾ പലപ്പോഴും ആശ്രയം വയ്ക്കുന്നത് എവിടെയാണ്? കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചാൽ അത് നമുക്ക് വലിയ ആശ്രയമായിട്ട് തോന്നാം. ബന്ധങ്ങൾ അത് നമുക്കൊരാശ്രയമായിട്ട് തോന്നാം. വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്രയമായിട്ട് നമുക്ക് തോന്നാം. സുഹൃത്തുക്കളും നമ്മുടെ അയൽക്കാരും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ നമുക്കൊരാശ്രയമായിട്ട് തോന്നാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കെണിയിൽ ചിലപ്പോൾ നമ്മൾ അകപ്പെടാം. സൂസന്നയ്ക്ക് സ്വാധീനമുണ്ട്. സൂസന്നയുടെ ഭർത്താവ് വലിയ ധനാഢ്യനാണ്. അവളെക്കുറിച്ച് അതുവരെ ഒരു മോശക്കേടും കേട്ടിട്ടില്ല. എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ അവൾ നിസ്സഹായാണ്. ഇവിടെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇത് ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതുപോലൊരു സാഹചര്യത്തിലാണോ ഇപ്പം നിങ്ങളായിരിക്കുന്നത്? ഇതുപോലൊരു അവസ്ഥയിലാണോ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോണത്? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരിലോ മറ്റെന്തെങ്കിലുമോ ആശ്രയം അർപ്പിക്കാതെ, മനുഷ്യരിലോ മറ്റൊന്നിലും ആശ്രയം അർപ്പിക്കാതെ നീ സൂസന്നയെപ്പോലെ കരഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തണം. അവനിൽ ആശ്രയം അർപ്പിച്ചു, കർത്താവിൽ ആശ്രയം അർപ്പിച്ചു ഈ സ്ത്രീ. എന്തായിരുന്നു അതിൻ്റെ ഫലം? തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ന്യായാധിപന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ജനക്കൂട്ടം അതിന് സാക്ഷിയായി. പ്രിയപ്പെട്ടവരെ, സൂസന്നയെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവാണ്. അതിൻ്റെ 48 വാക്യങ്ങളിൽ നമ്മൾ കാണും, കൊലക്കളത്തിലേക്ക് സൂസന്നയെ കൊണ്ടുപോകുമ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു ബാലൻ്റെ ആത്മാവിനെ ദൈവം ഉണർത്തി. സൂസന്നയ്ക്ക് വേണ്ടി
കർത്താവ് തന്നിൽ ആശ്രയം അർപ്പിച്ച തൻ്റെ പ്രിയ മകളെ സഹായിക്കാൻ വേണ്ടി ദൈവം ഒരു ബാലൻ്റെ, ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്താണ് നീ പറഞ്ഞത്? ഉടനെ ആ ബാലൻ പറഞ്ഞു, ഒരു ഇസ്രായേൽ പുത്രിയെ കാര്യമെന്തെന്ന് തിരക്കാതെ, അവളെ വിചാരണ ചെയ്ത് കുറ്റം തെളിയിക്കാതെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? പെട്ടെന്ന് ജനക്കൂട്ടം തിരിച്ചു ചിന്തിച്ചു, ശരിയാണല്ലോ, സൂസന്നെ എന്ത് ചെയ്തു? എന്താ അവളുടെ പേരിൽ ആരോപണം? എവിടെ വെച്ച് കണ്ടു? എന്തായിരുന്നു സാഹചര്യം? ഒന്നും അന്വേഷിക്കാതെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഉദ്യാനത്തിൽ ഞങ്ങൾ ഇവളെ കണ്ടു, ഇവൻ അവളുടെ കൂടെ ശയിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ പേരിൽ അങ്ങ് കല്ലെറിഞ്ഞു കൊല്ലുകയാണോ? ജനത്തിന് തിരിച്ചു ചിന്തയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം ദാനിയേലിനെ തന്നെ ഏൽപ്പിക്കുകയാണ്, ഈ ബാലനെ തന്നെ ഏൽപ്പിക്കുകയാണ് ന്യായാധിപന്മാരെ വിചാരണ ചെയ്യാൻ. നമുക്കറിയാം തുടർന്നുള്ള സംഭവങ്ങൾ. ദാനിയേലിൻ്റെ വിചാരണയിൽ ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് കേട്ടുകൊണ്ടിരുന്ന ജനം തിരിച്ചറിഞ്ഞു. സൂസന്നയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കല്ലെറിഞ്ഞു കൊല്ലുക എന്ന വിധി ജനക്കൂട്ടം ആയ ന്യായാധിപന്മാരുടെ മേൽ ഏൽപ്പിച്ചു. സൂസന്നയെ കൊല്ലുന്നതിന് പകരം ന്യായാധിപന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു ദൈവിക ഇടപെടലിലേക്ക് ആ സംഭവം ദൈവം മാറ്റി. എന്താ ഇതിന് കാരണം? അവിടെ സൂസന്ന എന്ന് പറയുന്ന ഈ സ്ത്രീ കരഞ്ഞ് നെടുവീർപ്പിട്ട് കർത്താവിലേക്ക് ദൃഷ്ടി ഉയർത്തി അവൾ നിലവിളിച്ചപ്പോൾ, അവൾ കർത്താവിൽ മാത്രം ആശ്രയം അർപ്പിച്ചപ്പോൾ ദൈവം അവളെ സഹായിക്കാൻ തീരുമാനമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സഹായൻ്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം ഒരിക്കലും മാറി നിൽക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 34:8 കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൽ ആശ്രയം അർപ്പിക്കുക. കർത്താവിൽ മാത്രം നമ്മൾ ആശ്രയം അർപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോകണം എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 34:8 ഇങ്ങനെ പഠിപ്പിക്കുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വചനം സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂസന്ന കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. സങ്കീർത്തനം 34:8 ഒരിക്കൽ കൂടെ ഹൃദയം തുറന്ന് കേൾക്കുക പ്രിയപ്പെട്ട ദൈവജനമേ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. ചുമ്മാ അറിഞ്ഞാൽ പോരാ, അത് രുചിച്ചറിയണം, ടേസ്റ്റ് ചെയ്യണം. അവൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് എത്ര നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയും നമ്മുടെ ജീവിതയാത്രയിൽ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സൂസന്ന അത് രുചിച്ചറിഞ്ഞു. സൂസന്നയ്ക്ക് അത് മനസ്സിലായി. തൻ്റെ ഗതികേടിൻ്റെ, തന്നെ ദാരുണമായി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് എത്ര നല്ലവനെന്ന് അവൾ രുചിച്ചറിയാണ്. കാരണം അവൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ പേരിൽ ആരോപിക്കുന്ന ഈ ദുരാരോപണങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് മനുഷ്യ ഹൃദയങ്ങളെ വിവേചിച്ചറിയാൻ കഴിവുള്ള എൻ്റെ ദൈവമേ, നിനക്കറിയാമല്ലോ എൻ്റെ പേരിൽ ആരോപിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവൾ വാവിട്ട് നിലവിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ എന്ന് കർത്താവിൻ്റെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ മുൻപോട്ട് പോകുന്നവരാണോ? എല്ലാ തലത്തിലും നീ പരാജയപ്പെട്ടിരിക്കുകയാണോ? ജോലി നിനക്ക് ലഭിക്കുന്നില്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെന്ന് തോന്നുകയാണോ? നിന്റെ കുടുംബജീവിതം ഒരു പരാജയമായി കിടക്കുകയാണോ? മക്കളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖലകൾ എല്ലാം തകർന്നടിച്ച് കിടക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസി, നിന്റെ ജീവിതം എവിടെയാണ് ആശ്രയം അർപ്പിച്ചിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എവിടെയാണ് ആശ്രയം അർപ്പിച്ചിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. കർത്താവിലാണോ അതോ ഈ ലോകത്തെ ഏതെങ്കിലും സംഗതികളിലാണോ നമ്മൾ ആശ്രയം അർപ്പിച്ചിരിക്കുന്നത്? സൂസന്നയെ പോലെ നമ്മൾ കർത്താവിലാണ് നമ്മുടെ ജീവിതം അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താ? സങ്കീർത്തനം 32:10 കർത്താവിൽ
ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഹല്ലേലൂയ. സങ്കീർത്തനം 32:10 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: കർത്താവിൽ ആശ്രയമർപ്പിക്കുന്നവരെ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ചുറ്റും കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ കോട്ട വലയം ചെയ്ത് നിൽക്കും. പിന്നെ എന്തിനു നമ്മൾ നിരാശപ്പെടണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്. ദൈവം തന്നിൽ ആശ്രയം അർപ്പിക്കുന്നവരെ കൈപിടിച്ച് നടത്തുന്ന ഒരു പിതാവാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിലനിന്ന് കഴിഞ്ഞാൽ പ്രതിസന്ധികളുടെ മുൻപിൽ, പ്രയാസത്തിൻ്റെ മുമ്പിൽ, തകർച്ചയുടെ മുമ്പിൽ അടിപതറാതെ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെ നമ്മൾ വായിക്കുമ്പോൾ എന്താ കാണുന്നത്? അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുവിൻ എന്നാണ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം. നമ്മുടെ സ്വന്തം നടത്തിപ്പിലല്ല, നമ്മുടെ സ്വന്തം കാര്യത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മൾ ആശ്രയം അർപ്പിച്ച് ജീവിതം മുൻപോട്ട് നയിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ചകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൈവം അനുവദിക്കുന്നതിന് കാരണം എന്താ? അവർ സ്വന്തം കാര്യത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവാണ്. അവർക്ക് ദൈവാശ്രയമില്ല. അതുകൊണ്ട് അവർ യാത്രാമധ്യേ ഏതെങ്കിലും കല്ലെ തട്ടി താഴേക്ക് വീഴും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് നടന്നു നീങ്ങുകയാണ്. കുഞ്ഞ് നമ്മുടെ കൈവിട്ട് മുൻപോട്ട് പോകും. അതിന് നടക്കാൻ കൊതിയാണ്. അത് പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി എങ്കിലും മുമ്പോട്ട് പോകും. നടന്ന് അല്പദൂരം നടന്നു കഴിയുമ്പോൾ എന്തായി? അതിൻ്റെ ആഗ്രഹം കൊണ്ടാണെങ്കിലും കുറച്ചങ്ങ് നടന്നു, ഒരു ചെറിയ കല്ലെ തട്ടി അത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്താണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, അടുത്ത് നിൽക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും അരിയിൽ നിന്നുകൊണ്ട് 2 കൈയും പൊക്കിപ്പിടിച്ച് അത് വാവിട്ട് കരയും. ആ വീഴ്ചയിൽ ആ കുഞ്ഞ് ആശ്രയം അർപ്പിക്കുകയാണ് അപ്പനിൽ, അമ്മയിൽ, അല്ലെങ്കിൽ അതിൽ കൊണ്ടുപോയ ആ വ്യക്തിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അതിലെടുക്കണം. അത് കൈ ഉയർത്തിപ്പിടിച്ച് ആ കിടന്ന കിടപ്പിൽ വാവിട്ട് കരയും. എന്താ അത് നിലം പറ്റ വീണു. എല്ലാം അതിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വീഴ്ചയിൽ കിടക്കുകയാണ്. അതിന് സ്വയം എഴുന്നേൽക്കാൻ മേല, അല്ലെങ്കിൽ മുമ്പോട്ട് നടക്കാൻ മേല. അത് തൻ്റെ അപ്പനിൽ, അമ്മയിൽ ആശ്രയം അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തു ചെയ്യും? സ്നേഹത്തോടെ അതിന് വാരിയെടുക്കും. അതല്ലേ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച് സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയം അർപ്പിക്കുന്നവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ് കിടക്കുന്ന കുഞ്ഞിനെ അപ്പനോ അമ്മയോ വാരിയെടുത്ത് മാറോട് ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് ദൈവം കൊണ്ടുപോകും. ഇന്ന് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ വീണ് കിടക്കുകയാണോ ജീവിതത്തിൽ? പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണോ ജീവിതത്തിൽ? എങ്കിൽ സൂസന്നയെപ്പോലെ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി നീ കർത്താവിൽ ആശ്രയം അർപ്പിക്കണം. അപ്പോൾ യേശയ്യാപ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം നിന്നിൽ അന്വർത്ഥമായി തീരും. എന്താണെന്നറിയാമോ? അത് വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. യേശയ്യാ 40:31 കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. യേശയ്യാ 40:31 കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ആരാണ് ശക്തി പ്രാപിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവർ, കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുന്നവർ, അവരാണ് വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. ഇന്ന് നീ ശക്തിയിട്ട് കിടക്കുകയാണോ? അതെന്താ കാരണം? സ്വന്തം ശക്തിയിലും കഴിവിലും സ്വന്തം സമ്പത്തിലും സ്വന്തം വിദ്യാഭ്യാസത്തിലും പണത്തിലുമൊക്കെ ആശ്രയം വെച്ച് അതെന്നെ രക്ഷിക്കും, അതെന്നെ സഹായിക്കും, അവിടെയാണ് എൻ്റെ മുഴുവനും എന്ന് വിചാരിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോണത്. കർത്താവിൽ ആശ്രയിക്കുന്നവരോ അവർ അല്പം തളർന്നു പോയാൽ, അല്പം ക്ഷീണിച്ചു പോയാൽ അവരെ മുൻപോട്ട് ഉയർത്താൻ അവരുടെ കൂടെ കർത്താവുണ്ട്. അവരാരിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്നവോ ആ ദൈവം അവരുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എൻ്റെ സഹോദരങ്ങളെ, വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ വീണ്ടും ശക്തി പ്രാപിക്കും.
അവർ ആരെപ്പോലെ ഉയരുന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? കഴുകനെ പോലെ ചിറകടിച്ചു വരും. നമുക്കറിയാം, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണല്ലോ കഴുകൻ. കഴുകൻ അവനെപ്പോലെ ചിറകടിച്ചുയരും. ഈ ഭൂമിയിൽ നിന്റെ ഉയർച്ച, നിന്റെ വളർച്ച കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ദാനമായി നൽകുന്ന ഒന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ തളരില്ല, നടന്നാൽ ക്ഷീണിക്കില്ല. കാരണം അവർ ആശ്രയം അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു സംഗതിയിലല്ല, മറിച്ച് സർവശക്തനായ നമ്മുടെ ദൈവത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവനാണോ? നീ തളരും, നീ ക്ഷീണിക്കും. നീ സമ്പത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ? ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ തളർച്ചയും ക്ഷീണവും ഉണ്ടാകും. കാരണം നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ മുൻപോട്ട് നയിക്കുന്നതും ഈ സമ്പത്തോ ആരോഗ്യമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, ദൈവമാണ്. അവിടുന്ന് നമ്മുടെ കരം പിടിച്ച് മുൻപോട്ട് നയിക്കുമ്പോഴാണ് ആ കരത്തിൽ ആശ്രയത്തോടെ തൂങ്ങിക്കിടന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്ന പോലെ എന്തെങ്കിലും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തി ഒരു നാൾ തളരും. അവരെ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യുന്നില്ല. കാരണം അവർ സർവശക്തിന് അല്ല പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്, മറിച്ച് അവർക്ക് മറ്റെന്തിലൊക്കെയാണോ പ്രത്യാശ. ആ പ്രത്യാശയോടെ ഞാനും നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ ജീവിതയാത്ര? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ചില ചിന്തകളുണ്ട്. അതിനെ നിങ്ങൾ മനസ്സിലിട്ട് താലോലിച്ച് അതിനെ ശരിക്കും മനസ്സിലാക്കി തെറ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ തിരുത്താൻ നമുക്ക് സമയമായി. ഇന്ന് നീ നിൻ്റെ മക്കളിൽ ആശ്രയം അർപ്പിച്ചാണ് ജീവിക്കുന്നെങ്കിൽ തിരുത്താൻ സമയമായി. നിൻ്റെ ഭാര്യയിലോ ഭർത്താവിലോ മറ്റെന്തെങ്കിലും വസ്തുവകകളിലോ വ്യക്തികളിലോ ആണ് ആശ്രയം അർപ്പിച്ച് നീ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുത്താൻ സമയമായി. നമുക്ക് ഈ ഭൂമിയിൽ ഏക ആശ്രയം ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളെ മക്കളിൽ ആശ്രയം അർപ്പിക്കരുത്. മക്കളെ മാതാപിതാക്കളിലും അമിതമായ ആശ്രയം വയ്ക്കരുത്. നമുക്ക് ആശ്രയം വയ്ക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, അനുദിനം നമ്മളെ വഴി നടത്തുന്ന ദൈവം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചോ, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമ്പത്തോ സ്ഥാനമാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെയും കർത്താവ് തരും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ച് ലോകത്തിലോ ലോകവസ്തുക്കളിലോ വ്യക്തികളിലോ മറ്റെന്തെങ്കിലുമോ ആശ്രയം അർപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തിരുത്താം. നമുക്ക് സൂസന്നയെ പോലെ കർത്താവിൽ മാത്രം ആശ്രയം അർപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിതത്തിൽ കഴുകനെ പോലെ പറന്നുയരാൻ പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവിൽ ആശ്രയം അർപ്പിച്ച് കഴുകന്മാരെ പോലെ അവരുടെ ജീവിതത്തിൽ പറന്നുയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിരാശ വേണ്ട, കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.